ഇന്ന് കാനോണിക്കൽ LR പാഴ്സിംഗ് ടേബിളിനെ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ LRന്റെ ഫസ്റ്റ് വേരിയേഷൻ, അതായത് SLR സിമ്പിൾ LR പാഴ്സിംഗ് ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ ഉപയോഗിച്ചത് ക്ലോഷർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഗോ ടു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ സെറ്റ് ഓഫ് ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളൊരു അൽഗോരിതം യൂസ് ചെയ്തു. പിന്നെ ഇത്രയും റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഐറ്റംസ് കിട്ടിയാൽ അത് DFA കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ അതിൽ നമുക്ക് ഡയറക്റ്റ്ലി പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അൽഗോരിതം ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് നമ്മൾ പാഴ്സിംഗ് ടേബിളിലെ ആക്ഷൻ ആൻഡ് ഗോ ടു പോർഷൻ ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഏതാണ്ട് സെയിം അപ്രോച്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലോഷറും ഗോ ടുവും സെറ്റ് ഓഫ് ഐറ്റംസിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. അതാണ് ആകെയുള്ള ഡിഫറൻസ്. അപ്പോൾ കാനോണിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മോസ്റ്റ് ജനറൽ ടെക്നിക് ഫോർ കൺസ്ട്രക്ടിങ് എല്ലാ പാഴ്സിംഗ് ടേബിൾ. അപ്പോൾ ഇതാണ് ഏറ്റവും ജനറലായിട്ട് അപ്രോച്ചായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ബേസിക്കലി ബോട്ടം അപ്പ് പാഴ്സിംഗിൽ ഷിഫ്റ്റിംഗ് റെഡ്യൂസിംഗ് ആണ് ചെയ്യുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ A ഗിവിങ് ആൽഫ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആൽഫേനെ നമ്മൾ A ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ റിഡക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാഴ്സിംഗ് പ്രോസസ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന റിഡക്ഷൻസിനെ, ഇപ്പം വാലിഡ് അല്ലാത്ത റിഡക്ഷൻസിനെ നമുക്ക് ഏതെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൂടി നമ്മളിവിടെ ആഡ് ചെയ്യാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എല്ലാ 0 ഐറ്റംസ് മാത്രമായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഐറ്റം മാത്രമല്ല, ഐറ്റത്തിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഒരു എക്സ്ട്രാ കമ്പോണൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. സോ ഈച്ച് സ്റ്റേറ്റ് ഓഫ് എൻ LR പാഴ്സർ indicate exactly which input symbols can follow a handle for which there is a possible reduction to A giving to A. അപ്പോൾ A giving ആൽഫ ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ സ്ട്രിങ് കൊണ്ട് അതിനെ A ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ റിഡക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഹാൻഡിലിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ആ ഇൻപുട്ട് സിമ്പിൾസിനെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മളുടെ സ്റ്റേറ്റിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുക. അതാണ് ശരിക്കും ബേസിക്കലി ഇവിടെ ആകെയുള്ള ചേഞ്ച്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഐറ്റം ആണ് സ്റ്റേറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ LR0 ഐറ്റംസ് ഉണ്ടാവാം. അപ്പോൾ ഓരോ LR0 ഐറ്റത്തിൻ്റെ കൂടെയും നമ്മൾ അഡീഷണലായിട്ട് ഒരു കമ്പോണൻറ്റ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനൽ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ എക്സ്ട്രാ ഇൻഫർമേഷൻ ഈസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ സ്റ്റേറ്റ് by redefining items to include a terminal symbol as the second component. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമ്മളുടെ ഐറ്റം മാറും. A ഗിവിങ് ആൽഫ ഡോട്ട് ബീറ്റ കോമ A. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ഐറ്റംസിൻ്റെ കേസിൽ LR0 ഐറ്റത്തിൽ ഈ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സെക്കൻഡ് കമ്പോണൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ കാനോണിക്കൽ LRൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ആയിട്ട് അഡീഷണൽ ആയിട്ടൊരു കമ്പോണൻറ്റ് കൂടി യൂസ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെർമിനൽ സിമ്പിൾ A ഗിവിങ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ. ഇനി സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് A ഇസ് എ ടെർമിനൽ ഓർ ദ റൈറ്റ് എൻഡ് മാർക്ക് $. അപ്പോൾ ഡോളർ സിമ്പിളും ആവാം, ഏതെങ്കിലും ടെർമിനൽ സിമ്പിൾസും ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഐറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് LR1 ഐറ്റം. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് SLRൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് LR0 ഐറ്റം ആയിരുന്നു. അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട് സെക്കൻഡ് കമ്പോണൻറ്റിലൂടെ വന്നപ്പോൾ അതിൽ ലുക്ക് ഹെഡ് ആയിട്ട് വരുന്ന അതിൻ്റെ ലെങ്ത് ആണ് ശരിക്കും ഈ 1 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ലെങ്ത് ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ലുക്ക് ഹെഡിൻ്റെ ലെങ്ത് ആണ് ഈ 1 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റത്തിന് നമുക്ക് LR1 ഐറ്റം എന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ കാനോണിക്കൽ LRൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റിലേക്ക് അഡീഷണലായിട്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു റിഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ A ഗിവിങ് ആൽഫ എന്ന് പറഞ്ഞ റിഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ ഹാൻഡിലിനെ ഫോളോ ചെയ്ത് വരാൻ പറ്റുന്ന ഏതെല്ലാം ഇൻപുട്ട് സിമ്പിൾസ് ആണോ അതിനെയാണ് നമ്മൾ ഈ സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് സിമ്പിളിനെയാണ് നമ്മളുടെ ഐറ്റത്തിൻ്റെ കൂടെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ റിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ എന്തായിരിക്കണം? A ആയിരിക്കണം. അപ്പോൾ A ഗിവിങ് ആൽഫ ബീറ്റ ഉപയോഗിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ A കാണുമ്പോഴായിരിക്കും ആ ഒരു റിഡക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റത്തിന് നമുക്ക് LR1 ഐറ്റം എന്നും പറയാം. ഇനി നമ്മൾ ഈ A ഗിവിങ് ആൽഫ ഡോട്ട് ബീറ്റ കോമ A, ഇതിൽ ബീറ്റ എപ്സിലോൺ അല്ല, ബീറ്റ നൾ സ്ട്രിങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലുക്ക് ഹെഡിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ബീറ്റ എപ്സിലോൺ ആവുന്ന സിറ്റുവേഷനിലോ A ഗിവിങ് ആൽഫ ഡോട്ട് എന്നായിട്ട് പ്രൊഡക്ഷൻ മാറി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ A ഗിവിങ് ആൽഫ ഉപയോഗിച്ച് നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിഡക്ഷൻ ബൈ A ഗിവിങ് ആൽഫ. എപ്പോൾ മാത്രമേ റിഡക്ഷൻ ചെയ്യാൻ പാടുള്ളൂ? ഓൺലി ഇഫ് ദ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ ഈസ് A. അപ്പോൾ അതാണ് ഈ ഒരു ലുക്ക് ഹെഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള റിഡക്ഷൻസിനെ റൂൾ ഔട്ട് ചെയ്ത് കളയല്ല, ക്യാൻസൽ ചെയ്ത് കളയാൽ ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് നമുക്ക്
നെക്സ്റ്റ് സിമ്പിൾ ഏതാണെന്നുള്ള ലുക്ക് ഹെഡൂടെ നോക്കി ആ ഇൻപുട്ട് സിമ്പിൾ കാണുമ്പോൾ മാത്രം ആ കറസ്പോണ്ടിങ് റിഡക്ഷൻ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേറ്റിനെ റീഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞത് യൂഷ്വലി നമ്മൾ എ ഗിവിങ് ആൽഫ എന്ന പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഈ ക്യാപിറ്റൽ എയുടെ ഫോളോ ആയിരിക്കും നോർമലി ഈ സെറ്റ് ഓഫ് എയിൽ വരാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ ഗിവിങ് ആൽഫ ഡോട്ട് ഫോമിൽ പ്രൊഡക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കവിടെ റിഡക്ഷൻ നടത്താം യൂസിങ് ദിസ് പർട്ടിക്കുലർ പ്രൊഡക്ഷൻ. ഈ റിഡക്ഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ സ്മോൾ എ ആകുമ്പോൾ. ഇനി ഈ സ്മോൾ എക്ക് വരാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എയുടെ ഫോളോസിൻ്റെ സബ്സെറ്റുകളായിരിക്കും നോർമലി ഈ സെക്കൻഡ് സിമ്പിളായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. സോ സെറ്റ് ഓഫ് എസ് വിൽ ഓൾവേസ് ബി എ സബ്സെറ്റ് ഓഫ് ഫോളോ ഓഫ് എ, ബട്ട് ഇറ്റ് കുഡ് ബി എ പ്രോപ്പർ സബ്സെറ്റ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഓപ്പറേഷൻസിൻ്റെ പല വേരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ക്ലോഷർ ഓപ്പറേഷൻ. ക്ലോഷറിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ SLRൻ്റെ കേസിലും ക്ലോഷർ ഓപ്പറേഷൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇതേ പ്രോസസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ തേർഡ് കാണുന്ന ലൈൻ ഈച്ച് ടെർമിനൽ ബി ഇൻ ഫസ്റ്റ് ഓഫ് ബീറ്റ എ. ഈ സെക്കൻഡ് കമ്പോണൻ്റെ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഈ ഒരു ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ഐറ്റത്തിൽ നമ്മൾ സെക്കൻഡ് കമ്പോണൻറ്റിനെ കൂടി ആഡ് ചെയ്യുന്നു. ആ 2 ഡിഫറൻസുകൾ മാത്രമേ നമ്മൾ പഴയ ക്ലോഷറുമായിട്ട് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ക്ലോഷർ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മൾ ഐറ്റം അല്ല അതിനെ ഉദ്ദേശിക്കുന്നത്. ഈ ഐറ്റത്തിൻ്റെ ക്ലോഷറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ബിഗിൻ ഇവിടെ എൻഡ്. ഇനി റിപ്പീറ്റ് അൺടിൽ നോ മോർ ഐറ്റംസ് ക്യാൻ ബി ആഡഡ് ടു ഐ. അപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഇനി കൂടുതൽ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക, റിട്ടേൺ ദ വാല്യൂ ഓഫ് ഐ. അങ്ങനെ സെറ്റ് ഓഫ് ക്ലോഷറിൻ്റെ വാല്യൂ നമുക്ക് ക്ലോഷറിൻ്റെ സെറ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഈ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത്? ഫോർ ഈച്ച് ഐറ്റം എ ഗിവിങ് ആൽഫ ഡോട്ട് ബി ബീറ്റ കോമ എ ഇൻ ഐ. അപ്പോൾ ഈ കോമ എ നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. നേരത്തെ നമ്മൾ പഴയ SLRൻ്റെ കേസിൽ ക്ലോഷർ പറഞ്ഞപ്പോൾ ഇത്രയും പോർഷനേ ഉണ്ടായിരുന്നുള്ളൂ. എ ഗിവിങ് ആൽഫ ഡോട്ട് ബി ബീറ്റ ഐയിലുണ്ടെങ്കിൽ വെച്ചാൽ ഡോട്ട് സം നോൺ ടെർമിനൽ വരികയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ക്ലോഷറിന് വേണ്ടി ചെയ്തിരുന്നത്? ആ നോൺ ടെർമിനലിൻ്റെ പ്രൊഡക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ബി ഗിവിങ് ഗാമ ഫോമിലെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻസിനെ കൂടി നമ്മൾ LR0 ആക്കി ഈ ക്ലോഷർ സെറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പ്രൊഡക്ഷൻ നമുക്ക് അങ്ങനെ തന്നെ ആഡ് ചെയ്യാം. ബി ഗിവിങ് ഗാമ എന്ന പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ബി ഗിവിങ് ഡോട്ട് ഗാമ നമുക്ക് ക്ലോഷറിലേക്ക് ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് കമ്പോണൻ്റെ വാല്യൂ എന്തായിരിക്കണം അത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തേർഡ് റൂൾ, ഈച്ച് ടെർമിനൽ ബി ഇൻ ഫസ്റ്റ് ഓഫ് ബീറ്റ എ. അപ്പോൾ ഈ തന്നേക്കുന്നതിൻ്റെ അകത്ത് ബീറ്റ എ എടുക്കുക, ഇനി അതിൻ്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതായിരിക്കും നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് യൂസ് ചെയ്യേണ്ട വാല്യൂ. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ ബീറ്റ എയുടെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ആ കറസ്പോണ്ടിങ് സിമ്പിൾസ് ആയിരിക്കും ഇവിടെ നമുക്ക് സെക്കൻഡ് കമ്പോണൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോഷറിൻ്റെ കേസിൽ ആകെയുള്ള ഡിഫറൻസ് നമുക്ക് സെക്കൻഡ് കമ്പോണൻ്റ് നമ്മൾ ഓരോ പ്രൊഡക്ഷൻ്റെ കൂടെയും LR0 ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇനി അഡീഷണൽ ആയിട്ട് സെക്കൻഡ് കമ്പോണൻ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു റൂളായിട്ടാണ് ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ ഗിവിങ് ആൽഫ ഡോട്ട് ബി ബീറ്റ, അതായത് ഡോട്ട് സം നോൺ ടെർമിനൽ ഫോമിൽ പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ ആദ്യം ഈ ഡോട്ട് ടെർമിനലിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ബി ഗിവിങ് ഗാമ എന്നാണ് ഓൾട്ടർനേറ്റീവ് കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഓൾട്ടർനേറ്റീവിനെ LR0 ആക്കി, അതായത് ബി ഗിവിങ് ഡോട്ട് ഗാമ ആക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം, ക്ലോഷറിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് വേണ്ട വാല്യൂ അതാണ് ബി ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ബിയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് യൂസിങ് ദ റൂൾ ഫസ്റ്റ് ഓഫ് ബീറ്റ എ. അപ്പോൾ ഇവിടെ നമുക്ക് ബീറ്റയുടെ വാല്യൂ എന്താണെന്ന് നോക്കുക, എയുടെ വാല്യൂ എന്താണെന്ന് നോക്കുക. ഇനി അതിൻ്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അവിടെ കിട്ടുന്ന സിമ്പിൾസ് ആയിരിക്കും നമ്മൾ സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോഷർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എക്സ് ഡാഷ് ഗിവിങ് എസ് ആൻഡ് എസ് ഗിവിങ് CC. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ക്ലോഷർ ഓഫ് എസ് ഡാഷ് ഗിവിങ് ഡോട്ട് എസ്. അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് പ്രൊഡക്ഷനെ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ LR0 ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, എസ് ഡാഷ് ഗിവിങ് ഡോട്ട് എസ്. ഇനി സെക്കൻഡ് കാണുന്ന സിമ്പിൾ എന്താണ്? നമുക്ക് നോർമലി അവിടെ വരേണ്ടത് ഈ എസ് ഡാഷിൻ്റെ ഫോളോ ആയിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് അവിടുത്തെ വാല്യൂസിനുള്ള കാൻഡിഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്ത ഗ്രാമറിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വേറെ എവിടെ എസ് ഡാഷ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എസ് ഡാഷിൻ്റെ ഫോളോ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡോളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മളുടെ സെക്കൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോളർ ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ്റെ ക്ലോഷറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഫോമിലാണ് നമ്മൾ പ്രൊഡക്ഷൻ എ ഗിവിങ് ആൽഫ ഡോട്ട് ബി ബീറ്റ കോമ എ, അത് തന്നെയാണ് എസ് ഡാഷ് ഗിവിങ് ഡോട്ട് എസ് കോമ ഡോളർ. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ എയുടെ വാല്യൂ എസ് ഡാഷ് അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി
ആൽഫ ഡോട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ആൽഫ ഇല്ല, സോ ആൽഫ ഈക്വൽ ടു എപ്സിലോൺ. ഇനി ഡോട്ട് ക്യാപിറ്റൽ ബി, ഇവിടെ നമുക്ക് ഡോട്ട് ക്യാപിറ്റൽ എസ് ഉണ്ട്, സോ ബിയുടെ വാല്യൂ എസിനാണ്, ലോഗ്സ് ആണ്. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എസ് കഴിഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് ബീറ്റ ഈക്വൽ ടു എപ്സിലോൺ. നമ്മളുടെ സെക്കൻഡ് സിമ്പിൾ ഏതാണ്? എയുടെ വാല്യൂ ഡോളറാണ്. അതാണ് ഈ വാല്യൂസ് എല്ലാം എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എസ് ഡാഷ് ഗിവിംഗ് ഡോട്ട് എസ് നമ്മളുടെ ക്ലോഷറിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഡോട്ട് സം നോൺ ടെർമിനൽ, അതായത് ഡോട്ട് ബി ഫോമിലാണ് ഈ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എസിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എസിൻ്റെ കൂടെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, എസ് ഗിവിംഗ് സി സി. അപ്പോൾ ഈ ഒരു ഓൾട്ടർനേറ്റീവിനെ എല്ലാ സീറോ ആയിട്ടും ആക്കാം എന്ന് പറഞ്ഞാൽ എന്തായി? എസ് ഗിവിംഗ് ഡോട്ട് സി സി ആയി. എന്നിട്ട് അതിനെ കൂടി നമ്മൾ ഈ ക്ലോഷർ സെറ്റിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ അതാണ് എഴുതിയിരിക്കുന്നത്, ആഡ് എസ് ഗിവിംഗ് ഡോട്ട് സി സി. അതായത് ഫസ്റ്റ് കമ്പോണൻ്റ് ആയി. സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് എന്ത് വരണം? ആൻഡ് ഈച്ച് ടെർമിനൽ ബി ഇൻ ഫസ്റ്റ് ഓഫ് ബീറ്റ എ. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എപ്സിലോൺ ആണ്, എയുടെ വാല്യൂ ഡോളറാണ്. സോ ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഡോളർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഡോളർ തന്നെയായിരിക്കും. സോ ഇറ്റ്സ് സെയിം ആസ് ഫസ്റ്റ് ഓഫ് ഡോളർ ഈക്വൽ ടു ഡോളർ. അപ്പോൾ സെക്കൻഡ് സിമ്പിളിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? ചേഞ്ച് ഒന്നുമില്ല, ഡോളർ സിമ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലോഷറിലേക്ക് ഈ ഒരു സെറ്റിനെ കൂടി ആഡ് ചെയ്യും. അതാണ് ക്ലോഷറിൻ്റെ പ്രോസസ്സ്. നമുക്കിവിടെ ഡോട്ട് ക്യാപിറ്റൽ സി വരുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. സിയുടെ ഓൾട്ടർനേറ്റീവ് എടുക്കുക, അതുപോലെ തന്നെ അതിനെ എല്ലാ സീറോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് സിമ്പിളായിട്ട് എന്ത് വേണം? ഫസ്റ്റ് ഓഫ് സി ഡോളർ ആയിരിക്കണം നമ്മൾ അടുത്ത സെക്കൻഡ് സിമ്പിളായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ക്ലോഷറിലേക്ക് ഇനി പുതിയ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ക്ലോഷറിലാകെയുള്ള ഡിഫറൻസ് ഈ സെക്കൻഡ് കമ്പോണൻറ്റ് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ സെക്കൻഡ് കമ്പോണൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂൾ കൂടി ഡിഫൈൻ ചെയ്തു. ടെർമിനൽ ബി ഇൻ ഫസ്റ്റ് ഓഫ് ബീറ്റ എ. അപ്പോൾ ബീറ്റ എയുടെ ഫസ്റ്റ് ആയിരിക്കണം നമ്മൾ സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇനി സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ്റെ കേസിൽ, നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മൾ ക്ലോഷർ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോളോ ഓഫ് ന്യൂ സ്റ്റാർട്ട് സിമ്പൽ, അല്ലെ ഫോളോ ഓഫ് എസ് ഡാഷ്, ദാറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡോളർ. നമ്മളുടെ സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗോ ടു ഓപ്പറേഷൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോ ടു ഓപ്പറേഷൻ്റെ പ്രോസസ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് കമ്പോണൻറ്റ് കൂടി വന്നു. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് കമ്പോണൻറ്റ് ബേസിക്കലി ഗോ ടു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ ഉള്ള സെക്കൻഡ് കമ്പോണൻറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും ഗോ ടു ഓപ്പറേഷൻ കഴിയുമ്പോഴുള്ള സെക്കൻഡ് കമ്പോണൻറ്റ്. അതാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഐ ആൻഡ് എക്സ്. ഐ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഐറ്റം ആണ്. അപ്പോൾ അതിനകത്ത് 5 6 ഐറ്റംസ്, എത്ര ഐറ്റംസ് വേണമെങ്കിലും വരാം, 1 or more ഐറ്റംസ് വരാം. അപ്പോൾ കുറേ ഐറ്റംസിൻ്റെ ഒരു സെറ്റും പിന്നെ ഓരോ ഗ്രാമർ സിമ്പിൾസും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ലെറ്റ് ഐ സീറോ ഈക്വൽ ടു എസ് ഡാഷ് ഗിവിംഗ് ഡോട്ട് എസ് കോമ ഡോളർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കളക്ഷനിൽ കരുതുക ഐ സീറോ. പിന്നെ അത് ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗോറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ഷൻ വേണ്ടത്? എ ഗിവിംഗ് ആൽഫ ഡോട്ട് എക്സ് ബി ഫോമിൽ പ്രൊഡക്ഷൻ വേണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എസ് ഡാഷ് ആണ്, ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല, ആൽഫ ഈസ് എപ്സിലോൺ. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എസ്. ഡോട്ട് എക്സ് ഉണ്ട്, ഇവിടെ ഡോട്ട് എസ് ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എസിന് അനലോഗസ് ആയിട്ട് പറയാം. അതാണ് എക്സ് ഈക്വൾ ടു എസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി എക്സ് കഴിഞ്ഞ് ഇവിടെ ബീറ്റ ആണ് വരുന്നത്, ഇവിടെ നമുക്കൊന്നുമില്ല, അതുകൊണ്ട് ബീറ്റ ഈക്വൾ ടു എപ്സിലോൺ. ഇനി ലാസ്റ്റ് എയുടെ വാല്യൂ എന്താണ്? സെയിം എസ് ഡോളർ. അപ്പോൾ ഈ ഫോമിൽ നമുക്ക് എയുടെയും ആൽഫ എക്സ് ബീറ്റ സ്മോൾ എയുടെ വാല്യൂസ് കിട്ടി. നെക്സ്റ്റ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗോ ടുവിൽ എന്താ ചെയ്യുന്നത്? ആ ഡോട്ടിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ SLR ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ഇനി ഡിഫറൻസ് ആയ എന്താ ഉള്ളൂ? സെക്കൻഡ് കമ്പോണൻറ്റ് കൂടി എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ കമ്പ്യൂട്ടേഷനിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മളെ സെക്കൻഡ് കമ്പോണൻറ്റ് ഡോളർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമ്മൾ ഗോ ടു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സെക്കൻഡ് കമ്പോണൻറ്റ് എന്ത് തന്നെയായിരിക്കും? ഈ ഡോളർ സിമ്പിൾ തന്നെയായിരിക്കും. നമ്മുടെ റൂൾ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? എ ഗിവിംഗ് ആൽഫ ഡോട്ട് എക്സ് ബീറ്റ കോമ എ ഓൾറെഡി ഐറ്റത്തിലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗോ ടു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടേണ്ടത്? ആൽഫ എക്സ് ഡോട്ട് ബീറ്റ കോമ എ ആണ് നമ്മൾ അഡീഷണലായിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡോട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് ഷിഫ്റ്റായി, സെക്കൻഡ് സിമ്പിൾ ഇവിടെ ആയിരുന്നു, അവിടെയും എ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗോ ടു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തിനായിരിക്കും ചെയ്യേണ്ടത്? ഡോട്ട് സം സിമ്പിൾ വരുമ്പോൾ അതിനാണ് നമ്മൾ ഗോ ടു ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോട്ട് ക്യാപിറ്റൽ എസ് ആണുള്ളത്. സോ ഗോ ടു ഓഫ് ഐ സീറോ കോമ എസ് എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷനിലെ എസ് ഡാഷ് ഗിവിംഗ് ഈ ഡോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പം എസ് ഡോട്ടായിട്ട് മാറി. ടെർമിനൽ സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ കേസിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഫസ്റ്റ് ഐറ്റത്തിലുണ്ടായിരുന്ന സെക്കൻഡ് സിമ്പിൾ ഏതാണോ, സെക്കൻഡ് കമ്പോണൻറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ഗോ ടു കഴിയുമ്പോഴുള്ള സെക്കൻഡ് കമ്പോണൻറ്റ്.
നെക്സ്റ്റ് നമ്മൾ സെറ്റ് ഓഫ് ഐറ്റംസ് കൺസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ SLRന്റെ കേസിൽ കാനോണിക്കൽ LR 0 കളക്ഷനാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്ന് വെച്ചാൽ കാനോണിക്കൽ LR 1 കളക്ഷനാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ബിക്കോസ് നമ്മളുടെ ഓരോ ഐറ്റത്തിന് നമ്മൾ LR 1 ഐറ്റം ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്തതാണ്. 1 എന്ന് പറഞ്ഞത് നമ്മളുടെ ലുക്ക് ഹെഡ് എത്ര സിമ്പിൾസ് ആണോ കാണുന്നത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ലെങ്ത് ആയിരുന്നു. അപ്പോൾ LR 1 കളക്ഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്ന് ഡിഫറൻസ് ആകെ വരുന്നത് ഈ സെക്കൻഡ് കമ്പൗണ്ട് ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ലൂപ്പിനുള്ളിൽ കിടക്കുന്ന പോർഷനൊക്കെ സെയിം തന്നെയാണ്. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓഗ്മെന്റഡ് ഗ്രാമർ G'. ഓഗ്മെന്റഡ് ഗ്രാമർ എന്താണെന്ന് നമുക്കറിയാം. ഒറിജിനൽ ഗ്രാമറിലേക്ക് ഒരു ന്യൂ സ്റ്റാർട്ട് സിമ്പിൾ ഒരു പ്രൊഡക്ഷനോട് ഓഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഗ്മെന്റഡ് ഗ്രാമർ കിട്ടും. നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സെറ്റ് ഓഫ് LR 1 items. That are the set of items valid for one or more viable prefixes of G'. അപ്പോൾ സെറ്റ് ഓഫ് ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാനോണിക്കൽ LR 1 കളക്ഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അൽഗോരിതാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻപുട്ട് എന്ന് നമ്മൾ പറഞ്ഞു G', ദാറ്റ് ഇസ് ഓഗ്മെന്റഡ് ഗ്രാമർ. ഇതിനുള്ളിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ ക്ലോഷറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് കളക്ഷൻ. അതാണ് എഴുതിയിരിക്കുന്നത്. ക്ലോഷർ ഓഫ് S' ഗിവിംഗ് ഡോട്ട്. അപ്പോൾ ഇത് നമ്മൾ ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ, അതിൻ്റെ ഡോട്ട് നമ്മൾ ആഡ് ചെയ്തു. അഡീഷണൽ ആയിട്ട് എന്ത് തോന്നുന്നു? നമ്മൾ ഡോളർ സിമ്പിൾ കൂടി ആഡ് ചെയ്തു. ബിക്കോസ് S' ഫോളോ ആയിരിക്കും നമ്മളുടെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മളുടെ സെക്കൻഡ് കമ്പൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ സെക്കൻഡ് കമ്പൗണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഈ S' ഫോളോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഡോളർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് മാത്രം ഈ ഡോളറും കൂടി ആഡ് ചെയ്തു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു അൽഗോരിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ SLRന്റെ കേസിൽ ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ എഴുതിയിരുന്നത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നത് ഈ ഒരു സെക്കൻഡ് കമ്പോണൻറ്റ് മാത്രം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു C എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ Cയിനകത്ത് എന്താ ഉണ്ടാവുക? നമ്മളുടെ ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ ക്ലോഷർ. അപ്പോൾ ഈ ക്ലോഷർ നമ്മൾ ഫോം ചെയ്യേണ്ട നമ്മളിപ്പോൾ പറഞ്ഞ പുതിയ ക്ലോഷറിൻ്റെ അൽഗോരിതം ഉപയോഗിച്ചായിരിക്കും സെക്കൻഡ് കമ്പോണൻറ്റ് കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷനാണ് ഈ കാണുന്നത്. അതിന് നമ്മൾ റൈറ്റിൽ ഡോട്ട് ആഡ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് ഡോളർ സിമ്പിൾ യൂസ് ചെയ്തു. ബിക്കോസ് S' ഫോളോ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇനിഷ്യലി S' റൈറ്റ് സൈഡിൽ വേറെ എവിടെയും വരാത്തത് കൊണ്ട് S' ഫോളോ എന്ന് പറഞ്ഞാൽ ഡോളർ സിമ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കാം. അതാണ് നമ്മളുടെ ഫസ്റ്റ് സെറ്റ്, അത് I0 എന്ന് പറയുന്ന സെറ്റ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഫോർ ഈച്ച് സെറ്റ് ഓഫ് ഐറ്റംസ് ഇൻ C ആൻഡ് ഈച്ച് ഗ്രാമർ സിമ്പിൾ X. നമ്മൾ നേരത്തെ മറ്റേ SLR ചെയ്ത അതേ പ്രോസസ്സ് തന്നെ. ഈ ഐറ്റംസിൽ ഡോട്ട് കഴിഞ്ഞ് ഏതെല്ലാം സിമ്പിൾസ് വരുന്നുണ്ടെന്ന് നോക്കുക. അതിനെല്ലാം എന്ത് കമ്പ്യൂട്ട് ചെയ്യുക? ഗോ ടു കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കളക്ഷൻ ഓൾറെഡി ആ സെറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മളതിനെ പുതിയൊരു സെറ്റായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. സച്ച് ദാറ്റ് ഗോ ടു ഓഫ് I, X ഈസ് നോട്ട് empty ആൻഡ് നോട്ട് ഇൻ C. ഡു ആഡ് ഗോ ടു I, X ടു C. അപ്പോൾ ഈ ക്ലോഷർ ഫോം ചെയ്തു. അതിൽ ഓരോന്നും എടുത്ത് നോക്കുക. ഡോട്ട് ഏതെല്ലാം സിമ്പിൾസ് വരുന്നു. ആ ഡോട്ട് കഴിഞ്ഞ് വരുന്ന എല്ലാ സിമ്പിൾസും ടെർമിനൽ ആണെങ്കിലും നോൺ ടെർമിനൽ ആണെങ്കിലും അതിനെല്ലാം നമ്മൾ ഗോ ടു കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സെറ്റ് ഈ ഒരു കളക്ഷനിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യേണ്ട. ഇല്ലെങ്കിൽ അതിനെ പുതിയൊരു സ്റ്റേറ്റ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അൺടിൽ നോ മോർ സെറ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ആഡഡ് ടു C. നമുക്ക് എക്സാമ്പിൾ നോക്കാം. S ഗിവിംഗ് C ഗിവിംഗ് സ്മോൾ c, ക്യാപിറ്റൽ C or D. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാമറിനെ ഓഗ്മെന്റ് ചെയ്യണം. സോ S' ഗിവിംഗ് S എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമ്മൾ ആഡ് ചെയ്തു. ബാക്കി രണ്ടും ഓൾറെഡി ഉള്ളത് തന്നെ, S ഗിവിംഗ് C ആൻഡ് C ഗിവിംഗ് C or D. നെക്സ്റ്റ് നമ്മൾ ഫോം ചെയ്യേണ്ടത് നമ്മളുടെ കാനോണിക്കൽ LR 1 കളക്ഷൻ ഫോം ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാണ് I0 എന്ന് പറയുന്നത്. അപ്പോൾ I0 ഫോം ചെയ്യുന്ന എവിടെ നിന്നായിരിക്കണം? നമ്മളുടെ ഈ ഒരു ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ ക്ലോഷറിൽ നിന്നാണ് നമ്മളത് ഫോം ചെയ്യാൻ. സോ S' ഗിവിംഗ് ഡോട്ട് S, ഡോളർ. ഇവിടെ ഇപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കാഴ്ചയ്ക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റെപ്രസെൻറ്റേഷൻ ഒഴിവാക്കിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത് നമ്മൾ ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ ക്ലോഷറിൽ നിന്ന്. അതാണ് S' ഗിവിംഗ് ഡോട്ട് S, സെക്കൻഡ് സിമ്പിളായിട്ട് എന്തുകൊണ്ട് ഡോളർ വന്നു? ഈ S' ഫോളോ ആണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. ഇവിടെ S' വരുന്നില്ല. ആകെ ഈ പ്രൊഡക്ഷനിൽ മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് സിമ്പിളുമാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫോളോ ആയിട്ട് ഡോളറിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡോട്ട് S വന്നുകൊണ്ട് എന്ത് ചെയ്യണം? എസിൻ്റെ ഓൾട്ടർനേറ്റീവ്സിനെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് ക്ലോഷർ. അപ്പോൾ എസിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ് S ഗിവിംഗ് CC. അപ്പോൾ അതിനെ കൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. S ഗിവിംഗ് ഡോട്ട് CC അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? S' ആണ്. ഇവിടെ ആൽഫ ഡോട്ട് ബി ബീറ്റ ആണ്. ആൽഫ ഇല്ല,
ബീറ്റയും ഇല്ല. അത് രണ്ടും എന്താണ്? ആൽഫ ഈക്വൽ ടു എപ്സിലോൺ, ബീറ്റ ഈക്വൽ ടു എപ്സിലോൺ. ബിയുടെ വാല്യൂ എന്താണ്? എസ് ആണ്. ഇനി നമ്മൾ സെക്കൻഡ് കമ്പോണൻ്റ് എയുടെ വാല്യൂ ഡോളറാണ്. അപ്പോൾ എന്ത് ആഡ് ചെയ്യണം? ഈ ഡോട്ട് എസ് ഉള്ളത് കൊണ്ട് എസിൻ്റെ ഓൾട്ടർനേറ്റീവ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് എസ് ഗിവിങ് ഡോട്ട് സി സി. ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ സി സി ആയിരുന്നു, നമ്മൾ ഡോട്ട് സി സി ആക്കി അതിലേക്ക് ആ കളക്ഷനിലേക്ക് ആഡ് ചെയ്തു. ഇനി സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് എന്താ വേണ്ടത്? ഫസ്റ്റ് ഓഫ് ബീറ്റ എ. ഇപ്പോൾ ബീറ്റയുടെ വാല്യൂ എപ്സിലോൺ ആണ്, എയുടെ വാല്യൂ ഡോളറാണ്. സോ ഫസ്റ്റ് ഓഫ് എപ്സിലോൺ ഡോളർ എന്ത് തന്നെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഡോളർ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ സെയിം ആസ് എ സിമ്പിൾ ഡോളർ. അപ്പോൾ സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്തത് എസിൻ്റെ പ്രൊഡക്ഷൻ ആഡ് ചെയ്തു. ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഫസ്റ്റ് ഓഫ് ബീറ്റയിൽ എന്ത് കിട്ടിയോ അതാണ് നമ്മളിവിടെ ഡോളറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ ഇവിടെ ഡോട്ട് ക്യാപിറ്റൽ സി. അപ്പോൾ ഇവിടെ അഗെയിൻ വീണ്ടും നമ്മൾ ക്ലോഷർ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലോഷർ റൂൾ എന്താ പറയുന്നത്? സിയുടെ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ സി ബി ഗിവിങ് ഗാമ ഫോമിൽ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതായത് സിക്ക് ഇവിടെ നമുക്ക് 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ 2 ഓൾട്ടർനേറ്റീവിന് നമ്മൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ സി ഗിവിങ് ഡോട്ട് സി സി ആഡ് ചെയ്തു, സി ഗിവിങ് ഡോട്ട് ഡി യു ആഡ് ചെയ്തു. അതാണ് ഈ കേസിൽ എഴുതിയിരിക്കുന്നത്. എയുടെ വാല്യൂ എന്താണ്? സെക്കൻഡ് പ്രൊഡക്ഷനിൽ നിന്നാണ് നമ്മൾ തേർഡും ഫോർത്തും ആഡ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡിൻ്റെ കേസിലാണെങ്കിൽ എയുടെ വാല്യൂ എന്താ? എ ഗിവിങ് ആൽഫ ഡോട്ട് ബി ബീറ്റ ആണ് നമ്മൾ ഫോം പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ സെയിം എസ് എസ്, അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ആൽഫ ഇല്ല, ആൽഫ ഈസ് എപ്സിലോൺ. ബിയുടെ വാല്യൂ എന്താണ്? സി. ഇപ്പോൾ ഇവിടെ ഡോട്ട് ബി, അതുപോലെ ഇവിടെ ഡോട്ട് ക്യാപിറ്റൽ സി. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു സി. ഇനി ബീറ്റ ആയിട്ട് വരുന്നത് എന്ത് തന്നെയാണ്? അഗെയിൻ ക്യാപിറ്റൽ സി. അപ്പോൾ ബി ഡോട്ട് ബി കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സിമ്പിളാണ് ബീറ്റ. ഇപ്പോൾ ഇവിടെ ബീറ്റയ്ക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ സി എന്ന് പറയാം. സോ ബീറ്റ ഈക്വൽ ടു ക്യാപിറ്റൽ സി. നെക്സ്റ്റ് സെക്കൻഡ് കമ്പൗണ്ട് എ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഡോളറാണ്, അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഡോട്ട് ക്യാപിറ്റൽ സി ഉള്ളതുകൊണ്ട് സിയുടെ ഓൾട്ടർനേറ്റീവ്സിന് രണ്ടിനെ ആഡ് ചെയ്യാം. അപ്പോൾ സി ഗിവിങ് ഡോട്ട് സ്മോൾ സി ക്യാപിറ്റൽ സി അത് ആദ്യം ആഡ് ചെയ്തു. രണ്ടാമത്തത് സി ഗിവിങ് ഡോട്ട് ഡിയും ആഡ് ചെയ്തു. ഇനി സെക്കൻഡ് സിമ്പിളായിട്ട് എന്ത് വരണം? നമ്മൾ റൂള് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ എ ആണ് നമ്മൾ സെക്കൻഡ് സിമ്പിളായിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ബീറ്റയിലുള്ളത് ക്യാപിറ്റൽ സി ആണ്, എയിലുള്ളത് ഡോളറാണ്. സോ ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് സി ഡോളർ, അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? സിയുടെ ഫസ്റ്റിൽ എന്തെല്ലാം വരാം? സ്മോൾ സിയും വരാം, സ്മോൾ ഡിയും വരാം, അതാണ് എഴുതിയിരിക്കുന്നത്. സി ഡി. അപ്പോൾ ഈ 2 പ്രൊഡക്ഷൻ്റെ കേസിലും സിയുടെ 2 ഓൾട്ടർനേറ്റീവ്സിൻ്റെ കേസിലും നമ്മുടെ സെക്കൻഡ് സിമ്പിളായിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് സി ഓർ ഡി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യം സെക്കൻഡ് കമ്പൗണ്ട് നമ്മൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ SLR ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്യുക. ഈ ഡിഫറൻസ് എന്തുമാത്രമേ ഉള്ളൂ? ഇവിടെ നമ്മൾ ഡോട്ട് ക്യാപിറ്റൽ സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സി ഡോളറിൻ്റെ ഫസ്റ്റ് എടുക്കുക, അതായിരിക്കും നമ്മളുടെ അടുത്ത സെക്കൻഡ് കമ്പൗണ്ട്. അപ്പോൾ സി ഡോളർ എന്ന് പറയുമ്പോൾ സിയുടെ ഫസ്റ്റ് ഓഫ് സി ഡോളർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് സി തന്നെ. അപ്പോൾ സെയിം ആസ് സി ഡി. അപ്പോൾ അതുകൊണ്ടാണ് സി ഓർ ഡി നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും നമുക്ക് ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യാനില്ല. ഡോട്ട് സ്മോൾ സി ആണ്, ഡോട്ട് സ്മോൾ ഡി ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സെറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് I0 എന്ന് പറയും. ഇനി ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗോ ടു ഫംഗ്ഷൻ ഉപയോഗിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെ ഫോം ചെയ്യാം. അപ്പോൾ I0 നമ്മുടെ കയ്യിലുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഏതിനൊക്കെ ഗോ ടു കമ്പ്യൂട്ട് ചെയ്യണം നോക്കാം. അപ്പോൾ ഡോട്ട് ക്യാപിറ്റൽ എസ് ഉണ്ട്, ഡോട്ട് ക്യാപിറ്റൽ സി ഉണ്ട്, ഡോട്ട് സ്മോൾ സി ഉണ്ട്, ഡോട്ട് സ്മോൾ ഡി ഉണ്ട്. അപ്പോൾ നമ്മൾ 4 ഗോ ടു ഇവിടെ കമ്പ്യൂട്ട് ചെയ്യണം ഓരോന്നിനും വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ഗോ ടു ഓഫ് I0, എസ്. അപ്പോൾ അത് ഫസ്റ്റ് പ്രൊഡക്ഷന് മാത്രമേ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ എസ് ഡാഷ് ഗിവിങ് ഡോട്ട് എസ് എന്നുള്ള എന്തായിട്ട് മാറും? എസ് ഡോട്ടായിട്ട് മാറും, അതാണ് എഴുതിയിട്ടുള്ളത്. എസ് ഡാഷ് ഗിവിങ് എസ് ഡോട്ട്. നമ്മൾ ഗോ ടു കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് കമ്പൗണ്ടിന് യാതൊരു ചേഞ്ചും ഇല്ല, ആ ഡോളർ തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പോൾ ഫസ്റ്റ് ഗോ ടു ഫംഗ്ഷൻ കഴിഞ്ഞു. ഈ സെക്കൻഡ് ഗോ ടു ഏതിനായിരിക്കും? ഡോട്ട് ക്യാപിറ്റൽ സി ഉണ്ട്. അപ്പോൾ അടുത്ത ഗോ ടു ഫോർ ദ സിമ്പിൾ ക്യാപിറ്റൽ സി. അപ്പോൾ ഗോ ടു ഓഫ് I0, സി. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? എസ് ഗിവിങ് ഈ ഡോട്ട് ഉള്ളിലേക്കും പോയി. സോ സി ഡോട്ട് ക്യാപിറ്റൽ സി സിമ്പിൾ ഡോളർ, ആ ഒരു ഫോമിലേക്കായിട്ടൊന്ന് മാറി. ഇനിയിപ്പോൾ ഡോട്ട് സി വരുമ്പോൾ എന്താ ഡിഫറൻസ്? നമ്മളുടെ ഗോ ടുവിൽ നമ്മൾ പറഞ്ഞത് ഈ ഡോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കണം. സോ സി ഡോട്ട് സി എന്ന് പറയുമ്പം ഡോട്ട് സം നോൺ ടെർമിനൽ വന്നു. അപ്പോൾ നമ്മുടെ കോഷൻ്റെ റൂൾ വെച്ച് എന്ത് ചെയ്യണം? സിയുടെ ഓൾട്ടർനേറ്റീവ്സിനെ കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ സിയുടെ ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ 2 ഉണ്ട്. സി ഗിവിങ് സ്മോൾ സി ക്യാപിറ്റൽ സി ഉണ്ടായിരുന്നു, അതിന് ഡോട്ട് ഇട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. സി ഗിവിങ് ഡി ഉണ്ടായിരുന്നു, അതിന് ഡോട്ട് ഡി ആക്കി ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ സെക്കൻഡ് സിമ്പിളിന് യാതൊരു ചേഞ്ചും ഇല്ല.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോം ചെയ്തേക്കുന്നത് പുതിയൊരു സെറ്റാണ്. അതുകൊണ്ട് നമ്മളതിനെ I2 നെയിം ചെയ്തു. ഫസ്റ്റ് നമുക്ക് കിട്ടിയതിന് I1 നെയിം ചെയ്തു. ഇനി നമ്മൾ 2 ഗോ ടു കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഗോ ടു കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഈ സ്മോൾ സിക്ക് വേണ്ടിയാണ്. അതാണ് ഗോ ടു ഓഫ് I0, സ്മോൾ സി. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷന് മാത്രമേ അത് അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ മാറും? ഈ ഡോട്ട് ഇപ്പുറത്തേക്ക് പോയി. സോ സ്മോൾ സി ഡോട്ട് ക്യാപിറ്റൽ സി ആയിട്ട് മാറും. അതാണ് എഴുതിയിട്ടുള്ളത്. ഇൻപുട്ട് സിമ്പിൾസ് സി, സെക്കൻഡ് കമ്പോണൻറ്റ് സിയും ഡിയും. ഇനി ഡോട്ട് ക്യാപിറ്റൽ സി വരുമ്പോൾ എന്താണ് ഡിഫറൻസ്? ക്ലോഷറിൻ്റെ റൂൾ വെച്ച് സിയുടെ ഓൾട്ടർനേറ്റീവ്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. സിക്ക് 2 ഓൾട്ടർനേറ്റീവ് ആണുള്ളത്. ഇപ്പോൾ സി ഗിവിങ് ഡോട്ട് സ്മോൾ സി ക്യാപിറ്റൽ സി ആഡ് ചെയ്തു, സി ഗിവിങ് ഡോട്ട് ഡി ആഡ് ചെയ്തു. നമ്മളത് സിമ്പിൾസ് നോക്കിയും ഇതിലുള്ള ഫസ്റ്റിലുള്ള സെക്കൻഡ് കമ്പോണൻറ്റ് തന്നെയായിരിക്കും നമ്മൾ ബാക്കി ക്ലോഷർ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നത്. സി ഗിവിങ് സി ഓർ ഡി തന്നെയാണ് 3 പ്രൊഡക്ഷൻ്റെ കേസിൽ വന്നിട്ടുള്ളത്. ഇതും ഒരു പുതിയ സെറ്റാണ്. അതുകൊണ്ട് നമ്മളതിനെ I3 എന്ന് നെയിം ചെയ്തു. അപ്പോൾ ഇനി I0യിൽ നമുക്ക് ഒരു ഗോ ടു കൂടി കമ്പ്യൂട്ട് ചെയ്യാനുണ്ട്, ഈ സ്മോൾ ഡിക്ക് വേണ്ടി. അതാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്, ഗോ ടു ഓഫ് I0, ഡി. അപ്പോൾ സി ഗിവിങ് ഡി ഡോട്ടായിട്ട് അത് മാറും. ഇൻപുട്ട് സെക്കൻഡ് കമ്പോണൻറ്റ് സി ഓർ ഡി തന്നെ. അപ്പോൾ ഇതൊരു പുതിയ സെറ്റാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ I4 എന്ന് നെയിം ചെയ്തു. അപ്പോൾ I0യുടെ പ്രോസസ്സിങ് കഴിയും. ഇനി നെക്സ്റ്റ് നമ്മൾ I1 നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലാസ്റ്റാണ് ഡോട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോ ടു കമ്പ്യൂട്ട് ചെയ്യേണ്ട പ്രോസസ്സിങ് ആവശ്യമില്ല. നെക്സ്റ്റ് I2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡോട്ട് ക്യാപിറ്റൽ സി ഉണ്ട്, ഡോട്ട് സ്മോൾ സി ഉണ്ട്, ഡോട്ട് സ്മോൾ ഡി ഉണ്ട്. അപ്പോൾ 3 ഗോ ടു കമ്പ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ഗോ ടു ഓഫ് I2, ക്യാപിറ്റൽ സി. അത് ഫസ്റ്റ് പ്രൊഡക്ഷനായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഇതെങ്ങനെ മാറും? എസ് ഗിവിങ് സി ഡോട്ടായിട്ട് മാറും. അതാണ് എഴുതിയിരിക്കുന്നത്, ഡോളർ. ഇതൊരു പുതിയ കളക്ഷനാണ്. അപ്പോൾ നമ്മൾ I5 എന്ന് നെയിം ചെയ്തു. ഇനി നെക്സ്റ്റ് ഗോ ടു നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട സ്മോൾ സിക്കാണ്. സോ ഗോ ടു ഓഫ് I2, സ്മോൾ സി. അപ്പോൾ ഈ I2 എന്നുള്ള സെറ്റിൽ സ്മോൾ സി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിമ്പിൾ. അപ്പോൾ ഈ സെക്കൻഡ് പ്രൊഡക്ഷന് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സി ഗിവിങ് സ്മോൾ സി ഡോട്ട് ക്യാപിറ്റൽ സി ഡോളർ, ആ ഒരു ഫോമിലായിട്ട് അത് മാറും. ഈ ഡോട്ട് ക്യാപിറ്റൽ സി വരുമ്പോൾ നമ്മൾ ക്ലോഷറിൻ്റെ റൂൾ നോക്കുമ്പോൾ സിയുടെ 2 ഓൾട്ടർനേറ്റീവ്സ് കൂടി ആഡ് ചെയ്യാം. സോ സി ഗിവിങ് സ്മോൾ സി ക്യാപിറ്റൽ സി, സി ഗിവിങ് ഡോട്ട് ഡി, രണ്ടിടത്തും സിമ്പിൾ ഈ ഡോളർ തന്നെ. അപ്പോൾ ഇതും പുതിയൊരു സെറ്റാണ്. അതുകൊണ്ട് നമ്മളതിനെ I6 എന്ന് നെയിം ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് I2ൽ ചെയ്യാൻ പറ്റുക ക്യാപിറ്റൽ സിയുടെ കഴിഞ്ഞു, സ്മോൾ സിയുടെ കഴിഞ്ഞു, ഇനി സ്മോൾ ഡിയുടെ ഗോ ടു കമ്പ്യൂട്ട് ചെയ്യാം. സോ ഗോ ടു ഓഫ് I2, ഡി. ഇതെങ്ങനെ മാറും? സി ഗിവിങ് ഡി ഡോട്ട് ഡോളർ. സി ഡോട്ട് ഡി ആയിരുന്നു, എന്തായിട്ട് മാറി? ഡി ഡോട്ടായിട്ട് മാറി. സിമ്പിൾ ഡോളർ തന്നെ. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, I4ൽ നമുക്ക് ഉപയോഗിച്ചപ്പോൾ അതിനുള്ള ഐറ്റവും ഇവിടെ നമുക്ക് I7ൽ കിട്ടിയ ഐറ്റവും സെയിം ആണ്. പക്ഷെ നമ്മൾ സെക്കൻഡ് കമ്പോണൻറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് തന്നെയായിരിക്കും കീപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ, സെക്കൻഡ് സിമ്പിൾ സി ഓർ ഡി ആണ്, ഇവിടെ സെക്കൻഡ് സിമ്പിൾ ഡോളറാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മളതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ I3യും I6ഉം കൺസിഡർ ചെയ്യാം. ഇവിടെയും കണ്ടോ, പ്രൊഡക്ഷൻസ് നമുക്ക് സെയിം തന്നെയാണ്, 3 ഡിഫറൻസ് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മളെ സെക്കൻഡ് കമ്പോണൻറ്റ് കേസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ സി ഓർ ഡി ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. I6ലാണെങ്കിൽ ഡോളർ. അപ്പോൾ I2ൻ്റെ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. 3 ഗോ ടു ആയിരുന്നു ഇതിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. നെക്സ്റ്റ് നമ്മൾ I3 നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ സി ഉണ്ട്, സ്മോൾ സി വരും, സ്മോൾ ഡിയും വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ I3 ക്യാപിറ്റൽ സിയുടെ ഗോ ടു കണ്ടുപിടിക്കുക. സോ ഗോ ടു ഓഫ് I3, സി. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രൊഡക്ഷന് മാത്രമേ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സി സ്മോൾ സി ക്യാപിറ്റൽ സി ഡോട്ടായിട്ട് അത് മാറും. അതാണ് എഴുതിയിരിക്കുന്നത്, സി ഗിവിങ് സി സ്മോൾ സി ക്യാപിറ്റൽ സി ഡോട്ട് സിമ്പിൾ സെക്കൻഡ് കമ്പോണൻറ്റ് സി ഓർ ഡി. ഇതൊരു പുതിയ സെറ്റാണ്. അതുകൊണ്ട് നമ്മൾ I8 എന്ന് നെയിം ചെയ്തു. ഇനി നെക്സ്റ്റ് I3ൽ നമ്മൾ സ്മോൾ സി ഉപയോഗിച്ച് ഗോ ടു കമ്പ്യൂട്ട് ചെയ്യാം. സോ ഗോ ടു ഓഫ് I3, സ്മോൾ സി. അതെങ്ങനെ മാറും? സ്മോൾ സി ഡോട്ട് ക്യാപിറ്റൽ സി ആയിട്ട് മാറും. അതാണ് എഴുതിയിരിക്കുന്നത്, സി ഗിവിങ് സ്മോൾ സി ഡോട്ട് ക്യാപിറ്റൽ സി, സിമ്പിൾ സി ഓർ ഡി തന്നെ. ഇനി ഡോട്ട് സി വന്നുകൊണ്ട് അതിന് മീനിങ് എന്താ? നമ്മൾ സിയുടെ ഓൾട്ടർനേറ്റീവ്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സിയുടെ 2 ഓൾട്ടർനേറ്റീവ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. സി ഗിവിങ് ഡോട്ട് സ്മോൾ സി ക്യാപിറ്റൽ സി, അതുപോലെ സി ഗിവിങ് ഡോട്ട് ഡി. ഇൻപുട്ട് സെക്കൻഡ് കമ്പോണൻറ്റ് സി ഓർ ഡി തന്നെ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ സെറ്റ് അല്ല, നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന I3 തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളതിനെ I3 എന്ന് നെയിം ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് I3ൽ ഡി എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് സിമ്പിളിന് കൂടി നമുക്ക് ഗോ ടു ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യണം. സോ ഗോ ടു ഓഫ് I3, ഡി. നമ്മുടെ പ്രൊഡക്ഷൻ എന്തായിരുന്നു? സി ഗിവിങ് ഡോട്ട് ഡി ആയിരുന്നു. നമുക്ക് എങ്ങനെ മാറ്റാം? സി ഗിവിങ് ഡി ഡോട്ട് ഇൻപുട്ട് സിമ്പിൾ സെക്കൻഡ് കമ്പോണൻറ്റ് സി ഓർ ഡി ആയിട്ട് മാറും. അപ്പോൾ സി ഗിവിങ് ഡി ഡോട്ട് സി ഓർ ഡി ആണ് നമ്മുടെ സെക്കൻഡ് കമ്പോണൻറ്റ്. അപ്പോൾ ഈ സെറ്റ് നമുക്ക് ഓൾറെഡി ഫോം ചെയ്തിട്ടുള്ളതാണ്. I4 നമ്മളിവിടെ നേരത്തെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ I4 ആയിട്ട് നെയിം ചെയ്യും.
നെക്സ്റ്റ് അപ്പോൾ I3യുടെ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി I4ൽ നമുക്ക് ലാസ്റ്റ് റൈറ്റ് എൻഡിലാണ് ഡോട്ട്, അവിടെ ഗോ ടു കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി I5ലും റൈറ്റ് എൻഡിലാണ് ഡോട്ട്, ഗോ ടു കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി I6 നോക്കുകയാണെങ്കിൽ I6ൻ്റെ കേസിൽ നമുക്ക് 3 ഗോ ടു കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ C ഉണ്ട്, സ്മോൾ c ഉണ്ട്, സ്മോൾ d ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ Cക്ക്, അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷന് മാത്രമേ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെ മാറും? C ഗിവിങ് സ്മോൾ c ക്യാപിറ്റൽ C ഡോട്ട് ആയിട്ടത് മാറും. അതാണ് എഴുതിയിരിക്കുന്നത്. C ഗിവിങ് സ്മോൾ c ക്യാപിറ്റൽ C ഡോട്ട് കോമ ഡോളർ. ഈ ഡോളർ ഇവിടെ ഉണ്ടായിരുന്ന ഡോളർ തന്നെയാണ് നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് I6ൽ സെക്കൻഡ് പ്രൊഡക്ഷനും ഗോ ടു കമ്പ്യൂട്ട് ചെയ്യാം. സോ ഗോ ടു ഓഫ് I6 കോമ സ്മോൾ c. അപ്പോൾ അതെങ്ങനെയായിട്ട് മാറും? C ഗിവിങ് സ്മോൾ c ഡോട്ട് ക്യാപിറ്റൽ C ഡോളർ. അതാണ് എഴുതിയിരിക്കുന്നത്. C ഗിവിങ് സ്മോൾ c ഡോട്ട് ക്യാപിറ്റൽ C കോമ ഡോളർ. ഈ ക്യാപിറ്റൽ C ഡോട്ട് C വരുമ്പോൾ നമ്മൾ റോഷൻ്റെ റൂൾ വെച്ച് സിയുടെ ഓൾട്ടർനേറ്റീവ്സ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ C ഗിവിങ് ഡോട്ട് C ഗിവിങ് ഡോട്ട് D, സിമ്പിൾ ഡോളർ തന്നെ. അപ്പോൾ ഈ കിട്ടിയത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള സെറ്റാണ്. നമുക്ക് I6 നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ I6 തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. I6 കോമ സ്മോൾ സിയും I6 തന്നെയാണ്. ഈ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ I6ൽ നമുക്ക് സ്മോൾ ഡിക്ക് ഗോ ടു കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ C ഗിവിങ് D ഡോട്ടായിട്ട് മാറും, കോമ സിമ്പിൾ ഡോളർ. C ഗിവിങ് D ഡോട്ട് കോമ ഡോളർ. അപ്പോൾ നമുക്ക് കിട്ടിയത് I7 ആണ്. I7 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള സെറ്റ് തന്നെയാണ്. നെക്സ്റ്റ് I7ൻ്റെ പ്രോസസ്സിങ് നമുക്ക് ചെയ്യാനൊന്നുമില്ല, D ഡോട്ടാണ്. ഈ I8 എടുത്താലും റൈറ്റ് ഹാൻഡിലാണ് ഡോട്ട്. ഇനി I3 നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. I4 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി I9ൻ്റെ കേസിൽ റൈറ്റ് ഹാൻഡിലാണ് ഡോട്ട്, പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. I6 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. I7 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാണ്. I7ൻ്റെ ലാസ്റ്റ് എന്താ ഉള്ളത്? റൈറ്റ് ഹാൻഡിലാണ് ഡോട്ട്. അപ്പോൾ ഇനി ഒന്നും അതിൽ ചെയ്യാനില്ല. അപ്പോൾ നമ്മളുടെ കളക്ഷൻ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ I0 മുതൽ നമുക്ക് I9 വരെ സ്റ്റേറ്റ്സ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ കാനോനിക്കൽ LR1 കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോ ടു ഗ്രാഫാണ്, അല്ലെങ്കിൽ DFA ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റേറ്റ് I0, I1, I2 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റേറ്റിൻ്റെ കൂടെ തന്നെ ഏതെല്ലാം ഐറ്റംസ് ആണ് അതിനുള്ളിൽ ഉള്ളതും എന്നുകൂടി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ ഫസ്റ്റ് സെറ്റ്, ഈ 4 പ്രൊഡക്ഷൻസ് ഉള്ള സെറ്റ്, അതാണ് എഴുതിയിരിക്കുന്നത് ഈ I0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. ഇനി I0ന് എന്തൊക്കെ ട്രാൻസിഷൻസ് ഉണ്ട്? ക്യാപിറ്റൽ S വരികയാണെങ്കിൽ I1ലേക്ക്, അപ്പോൾ I0യിൽ നിന്ന് ക്യാപിറ്റൽ S വന്നാൽ I1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ അതിനുള്ളിലെ പ്രൊഡക്ഷൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി I0യിൽ നിന്ന് ക്യാപിറ്റൽ C വന്നാൽ I2ലേക്ക്, അപ്പോൾ I0യിൽ നിന്ന് ക്യാപിറ്റൽ C വന്നാൽ I2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്. ഇനി നെക്സ്റ്റ് I0 കോമ സ്മോൾ c. I0യിൽ നിന്ന് സ്മോൾ c വരികയാണെങ്കിൽ I3ലേക്ക്. അപ്പോൾ I0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇത്, സ്മോൾ c വന്നാൽ I3ലേക്ക്. ഇനി I0യിൽ നിന്ന് സ്മോൾ d വന്നാൽ I4ലേക്ക്. I0യിൽ നിന്ന് സ്മോൾ d വരുമ്പം I4ലേക്ക്. അപ്പോൾ I0യുടെ 4 ട്രാൻസിഷൻസും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കുള്ളത് I2ൻ്റെ കേസിലാണ്. I2 ക്യാപിറ്റൽ C ആണെങ്കിൽ I5. I2 ഇവിടെയുണ്ട്, ക്യാപിറ്റൽ C വരുമ്പം I5ലേക്ക്. ഇനി I2ൽ സ്മോൾ c വന്നാൽ I6ലേക്ക്. I2 എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്മോൾ c വരുമ്പം I6ലേക്ക്. ഇനി I2ന്ന് സ്മോൾ d വന്നാൽ I7. അപ്പോൾ I2 ഇതാണ്, സ്മോൾ d ഇൻപുട്ട് സിമ്പിൾ വരുമ്പം I7ലേക്ക്. ഇനി നെക്സ്റ്റ് I3 കോമ ക്യാപിറ്റൽ C ഇങ്ങോട്ടാണ് I8ലേക്ക്. അപ്പോൾ I3 എടുക്കുക, ക്യാപിറ്റൽ C വന്നാൽ I8ലേക്ക്. ഇനി I3 സ്മോൾ c ആണെങ്കിൽ I3 തന്നെ, അപ്പോൾ I3യിൽ നിന്ന് സ്മോൾ c വന്നാൽ I3ലേക്ക് തന്നെ. ഇനി I3 സ്മോൾ d ആണെങ്കിൽ I4. I3യിൽ നിന്ന് സ്മോൾ d വന്നാൽ I4ലേക്ക്. ഇനി I6 ക്യാപിറ്റൽ C ആണെങ്കിൽ I9. ഇതാണ് I6, ക്യാപിറ്റൽ C വന്നാൽ I9ലേക്ക്. സ്മോൾ c വന്നാൽ അവിടെ തന്നെ, അപ്പോൾ I6ൽ നിന്ന് സ്മോൾ c വരുമ്പോൾ I6 തന്നെ. ഇനി ലാസ്റ്റ് I6ൽ നിന്ന് സ്മോൾ d വന്നാൽ I7. I6ൽ നിന്ന് സ്മോൾ d വന്നാൽ I7. അപ്പോൾ ഈ ഫോം ചെയ്തേക്കുന്നതാണ് നമ്മളുടെ ഗോ ടു ഗ്രാഫ്, അല്ലെങ്കിൽ നമ്മളുടെ വാരിയബിൾ പ്രിഫിക്സുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന DFA. അപ്പോൾ ഇവിടെ നമുക്ക് I0 മുതൽ I9 വരെ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മളുടെ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം.